വലിച്ചു വാരിയിടാനല്ല പറഞ്ഞത്. ആർക്കും ഒന്നിലും ഒരു ശ്രദ്ധയും ഇല്ല. തനി ഒന്നേ വരുന്നേ. താനാണോ ഇവിടുത്തെ ദേഹണ്ണക്കാരൻ? അതെ. വീട്ടുമുറ്റത്ത് വെച്ച് ആണോടോ ദേഹണ്ണം? അല്ല, പിൻഭാഗത്താ. എന്നാ പിന്നെ വാചോടിച്ചിരിക്കാതെ ചെമ്പും കലവും ചട്ടവും കൊടുത്ത് അപ്പുറത്തോണ്ട് വെക്കണോ? ഓഹോ. 100 കൂട്ടം കാര്യങ്ങൾ ഉള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തം വിഴിഞ്ഞാണൊക്കെ നിക്കണേ? പച്ചക്കറിയും പലവഞ്ഞവും രാവിലെ എത്തൂന്ന് പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ? ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ? പൂവും മാലയും ബൊക്കയും നാളെ വെളുപ്പിനെ ഇവിടെ എത്തുവോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് നിന്നേ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ? പെണ്ണിന്റെ തന്ത നീയോ ഞാനോ? അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം? മുതലാളി വിഷമിക്കണ്ട, ഞാൻ ചേച്ചിയോട് ചോദിക്കാം. ആ അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. തന്തയ്ക്ക് വേറെ അർത്ഥം ഉണ്ടോ? ഞാൻ ചോദിച്ചത് ഈ വീട്ടിലെ ഗ്രഹനാഥൻ നീയാണോ ഞാനാണോ എന്നാ. ഗ്രഹനാഥൻ മുതലാളി എന്നാ, എന്നാൽ ഫുൾ ഉത്തരവാദിത്വം എനിക്കാ. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ എന്നോട് ആജ്ഞാപിച്ച് അവളെ പോയി ചെയ്യണ. അവന്റെ ഒരു അങ്ങോട്ടും ആദ്യം പാചകം ടെസ്റ്റ് ചെയ്യട്ടെ. ഭയങ്കര വിശപ്പ്. നീർക്കോലിയുടെ രൂപവും പെരുമ്പാമ്പിന്റെ വിശപ്പും. എന്താ അകത്തൊരു ബഹളം? ഒരല്പം കുടുംബകാരി എന്റെ മോളും ഭാര്യയായിട്ട് പങ്കുവെച്ചതാ. എന്താ കുഴപ്പമുണ്ടോ? എനിക്ക് മനസ്സിലായി. എന്ത്? പെണ്ണിന്റെ അച്ഛനാരാണെന്ന് ചേച്ചിയോട് പോയി ചോദിച്ചില്ലേ? എടാ അച്ചുവേ, എന്റെ മകൾക്ക് ഇതെന്താ പറ്റി? കല്യാണം അടുക്കും തോറും മനസ്സിനകത്തൊരു ചാഞ്ചാട്ടം. ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട എന്നൊരു വാശി. ഇനിയിപ്പൊ പേടിച്ചിട്ടാണോ അതോ? അതെ, മുഹൂർത്തം എടുക്കും തോറും പേടിക്കുന്ന പെണ്ണുങ്ങൾ 2 തരത്തിലുള്ളവരാ. ഒന്ന് പിഴച്ച പെണ്ണ്, 2 പ്രേമിച്ച പെണ്ണ്. ഇത് ഏത് വകുപ്പിലാ മോളെന്ന് പോയി ചോദിക്കും. എന്റെ മോള് കുടുംബത്തിൽ പറഞ്ഞവളാണ് എന്ന് കരുതി ആയിക്കൂടുന്നുണ്ടോ? ചേട്ടനെ വിളിച്ചായിരുന്നോ? പോയി അരി വെക്കണോ കോപ്പേ? ഭ്രാന്ത് വരും. നരസിംഹം വളകൾ അണിയുമ്പോ ഈ കഴിക്കുന്നൊരു ഭംഗിയാന്ന് നോക്കിയേ. വേദനിച്ചോ? ഇതും കൂടെ മറ്റേ കയ്യിലിടട്ടെ, നല്ല ഭംഗിയുണ്ടാവും. അത് കാശൊരു പ്രശ്നമാക്കണ്ട, പിന്നെ വരുമ്പോ തന്നാ മതി. ആദ്യം മനോഹരമായ കൈകളിൽ ഈ വളകൾ കിടക്കട്ടെ. അവളെ കയ്യിൽ നിന്ന് വിട്ടേ, വിടറാ. അവളെ ഇങ്ങനെ പോടാ. മോളെ കൈമുട്ടി നീട്ടിയേ. കാശൊക്കെ കയ്യിലുണ്ടല്ലോ. ഇപ്പൊ എങ്ങനെയാ നൊന്തോ? നൊന്തു. പിന്നെ പുതിയ മാലയും വളയൊക്കെ വന്നിട്ടുണ്ട്, കാണിക്കട്ടെ? വേണ്ട. അച്ഛൻ ചെറിയൊരു ദേഷ്യക്കാരനാ. അടുത്ത ആഴ്ച പുതിയ ഫാഷൻ വരുന്നുണ്ട്, വരണം. പുഞ്ചിരി മത്സരം അവസാനിപ്പിച്ച് വേഗം ബാക്കി കൊടുത്ത് വിടറാ. അച്ഛന്റെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കട അടച്ചു പൂട്ടും. ഇവിടെ ഞാനായിട്ട് ഉണ്ടാക്കിയ ഗുഡ്വിൽ അച്ഛനായിട്ട് നശിപ്പിക്കും. നിനക്കൊരു ധാരണയുണ്ട്. നിന്റെ ചോക്ലേറ്റ് മോന്ത കണ്ടിട്ട് ആ പെമ്പിളിന് ഇങ്ങോട്ട് കയറി വരുന്നേന്ന്. കച്ചവടം ചെയ്ത് ലാഭം കൊയ്യാതെ പെണ്ണിന്റെ മോന്തയുടെ ചന്തം നോക്കി നിക്ക. പൈസ പിന്നെ തന്നാവെന്ന് പറയാൻ അവൾ ആരാ? നിന്റെ അമ്മായിയുടെ മോള. കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് ഒരു അല്പം മാന്യത കാണിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. ഈ വളയിടൽ പരിപാടി എന്റെ മോന് പറ്റിയതല്ല. ഏൽപ്പിച്ച ജോലി അങ്ങോട്ട് ചെയ്താ മതി. കാശ് എണ്ണി വാങ്ങിച്ച് പെട്ടിയിലിടുക, ബാക്കി കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്ക. മുതലാളി എത്തിയല്ലോ. സമയത്തിന് കടയിൽ വരാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഇനി വരണമെന്നില്ല. സത്യത്തില് കടയിൽ നിർത്താൻ നല്ലത് പെമ്പിള്ളേരാ. കൃത്യസമയത്ത് വരും, നന്നായിട്ട് ജോലിയും ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ചായ കുടിക്കാൻ പോക്കൂല്ല. എന്നാ പിന്നെ നിർത്തിക്കൂടെ? അതിന് നിന്റെ ജാതകം സമ്മതിക്കണ്ടേ? എന്റെ അച്ഛ, ഒരു ഒളിച്ചോട്ട് എന്തായാലും എന്റെ ജീവിതത്തിൽ അച്ഛൻ പ്രതീക്ഷിക്കണ്ട. വേണ്ട. അനിയൻകുട്ടി, കുഴപ്പമായും തോന്നുന്നു. ക്രൂരന്റെ ഭാവത്തിലുള്ള ഒരു തടിയും വന്നിരിക്കുന്നു. അയാളുടെ വരവിൽ എന്തോ പന്തികേടുണ്ട്. ഗീതയുടെ അച്ഛനായിരിക്കും. അയാൾക്ക് ക്രൂരഭാവം ഇല്ലോ. പിന്നെ ജയശ്രീയുടെ അച്ഛൻ അയാൾ സ്ഥലത്തില്ലല്ലോ. ഓ, മനസ്സിലായി. ശാന്തിയുടെ ഡാഡി. എന്താ പ്രശ്നം? പ്രശ്നം നിസ്സാരം. ഇന്നലെ ഞാൻ ശാന്തിയുടെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവളുടെ അച്ഛൻ കണ്ടു ശാന്തി വിളിച്ച് പറഞ്ഞിരുന്നു. അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ് ആണെന്ന് പറയാം. എന്റെ കൂടെ കാർ കയറി പോകുന്നതും കണ്ടു. ലിഫ്റ്റ് കൊടുത്തു എന്ന് പറയണം. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് കയറുന്നത് കണ്ടോ എന്നൊരു സംശയം. കൈവിട്ടു പോയി. എങ്കിൽ ശാന്തിയുടെ ഡാഡി തന്നെ ആയിരിക്കും എന്നെ കുട്ടി. നീ പേടിക്കണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. വേണേ കണ്ട് പഠിച്ചോ. ഹായ് അങ്കിൾ. ഹായ്. വരണം ഇരിക്കണം. ശാന്തിയുടെ ഡാഡി അല്ലേ? അല്ല, ഞാൻ ശാലിനിയുടെ ഡാഡിയാണ്. ഏതാ ഈ ശാലിനി? പേര് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ. എന്താ പിറുപിറുക്കുന്നേ? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. അതെങ്ങനാ?
ചെറുപ്പത്തിൽ കണ്ടതല്ലേ? ഞാൻ മേനോൻ, GK മേനോൻ. നിന്റെ അച്ഛൻ പാലത്തിങ്കൽ കുറുപ്പനെ വിളിച്ചിരുന്നു. ഞെട്ടണ്ട, ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. ഇതാരാ? ഇത് എന്റെ ഫ്രണ്ടാ. ഈ ഫ്രണ്ടിനെ കുറിച്ചും അച്ഛനോട് പറഞ്ഞിരുന്നു. ഇവൻ ആള് ശരിയില്ലെന്നും ഇവന്റെ കൂടെ കൂടിയാ വഴിതെറ്റി പോകുമെന്നും. അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോവാനാ ഞാൻ വന്നത്. ഇയാളാളും മാറി സംസാരിക്കുന്നത്. എന്നാ എന്റെ വീട്ടിലേക്ക് പോവാം. നീ പോവുള്ളൂ, ഞാൻ പോവില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ പോവില്ല, അത് തന്നെ. നിങ്ങൾ എന്താ പെറുപിറക്കണെന്ന് എനിക്ക് മനസ്സിലായി. അങ്കിളിനൊരു പ്രായപൂർത്തിയായ മോളില്ലേ? ഞാൻ അവിടെ താമസിക്കുന്നത് ശരിയാണോ? ഇതൊക്കെയല്ലേ? ഞാൻ അതും നിന്റെ അച്ഛനോട് സംസാരിച്ചിരുന്നു. അപ്പൊ പറയാണ് എന്റെ മോളുമായ ഒരു അലയൻസിന് താല്പര്യമുണ്ടെന്ന്. നിന്നെ എനിക്ക് ബോധിച്ചു. അങ്കിളിന്റെ മോള് അങ്കിളിനെ പോലെയാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? തീരുമാനം ഇവിടെ വെച്ച് തന്നെ പറയാമല്ലോ എന്ന് കരുതിയിട്ടാവും. എന്നാൽ എന്റെ മോൾ എന്നെ പോലെയല്ല, അവളുടെ അമ്മയെ പോലെയാ, സുന്ദരി. എന്നാ പോവാ. ഓക്കേ. 1 മിനിറ്റ്. ഞാനല്ലേ നിനക്ക് പോകാൻ വയ്യെന്നല്ലേ പറഞ്ഞ് വാക്ക് മാറരുത്. ആ ശാലിന് കുട്ടി എനിക്ക് വേണ്ടി ജനിച്ച അങ്കിൾ, ഐ എം കമ്മിങ്. അവന്റെ യോഗം. ഇതാണ് എന്റെ വൈഫ് മാലതി. അമ്മ ഓക്കെ. ഇതാരാന്ന് മനസ്സിലായോ നിനക്ക്? കൊച്ചുകുറുപ്പ്. എന്നാൽ ഇത്ര കറക്റ്റ് ആയിട്ട് എന്നെ എങ്ങനെ മനസ്സിലായി? ഇത്തിരി ഉള്ളപ്പോ നിന്നെ കണ്ടതാണെങ്കിലും ആ ചായ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും ഒന്ന് ഒരിക്കൽ കണ്ടാ മതി. നല്ല മെമ്മറിയാ. മമ്മിയുടെ മെമ്മറി കൊള്ളാം. താങ്ക്സ്. വീട് എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? പിന്നെ കളിക്കുന്നുണ്ട്. പിന്നെ മസനകുടിയിൽ 1000 ഏക്കർ ഏലത്തോട്ടം കൂടിയുണ്ട്. എല്ലാം എന്റെ മോളെ കെട്ടുന്നവനാ. എന്റെ ഭാഗ്യം. മോന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായയോ കാപ്പിയോ? ഊണിന്റെ നേരത്താണ് മമ്മി ചായയും കാപ്പിയും. മമ്മി ചെന്ന് ഊണെടുത്ത് വെച്ച്. അല്ല അങ്കിൾ. അതെ അതെ. അങ്കിൾ, മോള് നീ വരുന്നൂന്ന് പറഞ്ഞപ്പോ മുതൽ അവള് ഒരുങ്ങാൻ തുടങ്ങിയതാ. മാലതി, അവളെ വിളിക്കടി. ഞാനിവിടെ താമസിക്കുന്നതിന് അങ്കിളിന് വല്ല വിരോധം? നെവർ. സന്തോഷേ ഉള്ളൂ. അങ്കിളിന് മൂത്തത് മോനാ? അതെന്റെ ഒരേ ഒരു മോള് ശാലിനി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും ഡാഡി പറഞ്ഞല്ലോ. അത് ഞാൻ പെട്ടെന്ന് ഞാനൊരു കാര്യം ഓർത്തത്. ഇപ്പൊ പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തത്യാവശ്യം? ഒരു അഡ്മിഷന്റെ കാര്യമോ, ഞാനത് മറന്നു. അഡ്മിഷനോ? അത് പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒളിച്ചോടിയത്. കമ്പ്യൂട്ടർ എന്ന് കേട്ട അച്ഛന് അലർജിയാ. അച്ഛനറിയാതെ പഠിക്കാനായിട്ടാ ഞാൻ. എന്നാ ഞാൻ അങ്ങോട്ട് ഊണ് കഴിച്ചിട്ട് പോവാം. അയ്യോ, ഊണ് കഴിക്കാൻ നിന്ന് അഡ്മിഷൻ പോവും. എന്നാ മോൻ വേഗം അങ്ങോട്ട് ചെല്ലേ. താങ്ക് യു അങ്കിൾ. പിന്നെ അഡ്മിഷൻ ശരിയാക്കി പെട്ടിയും എടുത്ത് നേരെ ഇങ്ങ് പോരണം. അയ്യോ അതല്ല അങ്കിൾ, കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ അതും ഇത്രയും സുന്ദരിയായ മകൾ ഇവിടെ ഉള്ളപ്പോ നാട്ടുകാര് പലതും പറയും. ഓ, ഞാൻ അത്രയും കടന്നങ്ങ് ചിന്തിച്ചില്ല. എന്നാ മോൻ ചെല്ല. എങ്ങനെയുണ്ട്? സൂപ്പർ ഡാഡി. ആ ഹനുമാനെ പോലെ തന്നെയുണ്ട് മോള്. മോൻ പോയില്ല? നേരം വഴിക്ക് അഡ്മിഷൻ? അല്ല അങ്കിൾ, ഞാൻ എന്തോ മറന്നു പോയ പോലെ. എന്ത്? അതെന്താണെന്ന് മറന്നു. ഓർക്കുമ്പോ വിളിച്ചു പറഞ്ഞാ മതി, ഞാൻ എടുത്തു വെച്ചേക്കാം. ഇതാരാ? ഇതൊരു ഫ്രണ്ടാ, പപ്പി. പപ്പി? ഹായ് പപ്പി. ഹലോ, ഐ എം കാർത്തിക്. കാർത്തിക്കോ? എന്റെ ഒഫീഷ്യൽ നെയിം അതാണ്. മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ ഫോണിൽ പറഞ്ഞ. ഓ കൊച്ചുകുറുപ്പ്. സോറിടാ, ഐ ഫർഗോട്ട്. എന്നാ ഒരു പാർട്ടി ആയിട്ട്? അതിനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അവന്റെ അഡ്മിഷൻ? അല്ല അങ്കിൾ, ഞാൻ ഊൺ കഴിച്ചിട്ട് പോയാലോ എന്ന് ആലോചിക്കുക. ആദ്യം അഡ്മിഷൻ, ഊണ് പിന്നെ ആകാലോ. പിന്നെ ആകാലേ. എന്നാ ഞാൻ അങ്ങട്. കുട്ടിയുടെ വീട് എവിടെയാ? ശാസ്ത്രി നഗർ, 4th സ്ട്രീറ്റ്. ശാസ്ത്രി നഗർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല, കുട്ടി ഇപ്പൊ പുറത്തേക്കുണ്ടോ? ഇല്ല. അതെ, ഒരു ലിഫ്റ്റ് കിട്ടിയാ ഒന്നിച്ച് പോകാന്ന് കരുതിയാ. മോനെ, യേസ്. വേണമെങ്കിൽ എന്റെ മോള് ഡ്രോപ്പ് ചെയ്യും. വേണ്ട, ഞാൻ ഓട്ടോറിക്ഷ പൊക്കോളാം. കൊണ്ടാർക്കാലിനാളുടെ ഒട്ടുക്കത്തെ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? കുറുപ്പേ ഒന്നേ. ലുക്ക്, ഐ എം നോട്ട് കുറുപ്പു, ഐ എം കാർത്തിക്.
എന്റെ ഫ്രണ്ടിന്റെ സൈഡ് ഓക്കെ ആട്ടോ. എന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടാണെന്ന് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോ. ആക്ച്വലി ഓരോന്ന് ചോദിച്ചും പറഞ്ഞു ഇവര് വെറുതെ സമയം കളയും. മോൻ ചെല്ല്. അഡ്മിഷൻ